ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ LPUP എക്സാമിനോടനുബന്ധിച്ചിട്ടുള്ള സൈക്കോളജിയുടെ ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബോധന തന്ത്രങ്ങൾ എന്നൊരു ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ പറയുന്ന ബോധനതന്ത്രങ്ങൾ 8 എണ്ണം നമ്മളിവിടെ പറയുന്നുണ്ട്. അതിലൊന്നാമതാണ് വിവരണം എന്ന് പറയുന്നത്, അതായത് നരേഷൻ എന്ന് പറയുന്നത്. നരേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് നടത്തുന്ന കഥനമോ അല്ലെങ്കിൽ സംഭവ വിവരങ്ങളുടെ ഒരു വാചികമായിട്ടുള്ള ഒരു ബോധനതന്ത്രമാണിത്. വിവരണം എന്ന് പറയുന്നത് അല്ലെ, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുക, അത് നമ്മൾ വാചികമായിട്ട് പറയുകയാണ്. വാചികമായിട്ട് അല്ലെങ്കിൽ ഒരു കഥനമായിട്ട് പറയുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, നരേഷൻ അല്ലെങ്കിൽ വിവരണം. അങ്ങനെ നമുക്ക് ബോധനതന്ത്രമായിട്ട് നമുക്ക് വിവരണ മാർഗം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇനി അടുത്തതാണ് വർണ്ണനം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഈ വർണ്ണനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദാർത്ഥത്തെയോ അല്ലെങ്കിൽ പ്രക്രിയയെക്കുറിച്ചാകാം, ഇതിനെ അല്ലെങ്കിൽ ഒരു സംഭവമാകാം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വാക്കുകളിലൂടെ നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അല്ലേ. വാക്കുകളിലൂടെ പറയുന്നതിനാണ് എന്ത് പറയുന്നത്, ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വർണ്ണനം എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വാക്കുകളിലൂടെ ചിത്രീകരിക്കുക, അതാണ് വർണ്ണനം എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്താണ്, വാക്കുകളിലൂടെയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് വിശദാവതരണം, അതായത് എക്സ്പോസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പഠിതാക്കളുടെ ചിന്തയെ ഉദ്ദീപിപ്പിച്ചിട്ട് അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിൻ്റെ അർത്ഥം ബുദ്ധിപൂർവം മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്നതാണ് വിശദാവതരണം അല്ലേ. നമ്മൾ എന്ത് പറയുന്നതാണ്, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അത് പഠിതാക്കളുടെ ചിന്തയെ നമ്മൾ ഉദ്ദീപിപ്പിച്ചിട്ട് അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിൻ്റെ അർത്ഥം ബുദ്ധിപൂർവം മനസ്സിലാക്കാനായിട്ട് അവരെ സഹായിക്കുന്ന ഒരു വാചികമായിട്ട് തന്നെയാണ് അതിനെന്ത് പറയുന്നത്, വിശദാവതരണം എന്ന് പറയുന്നത്. ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കുട്ടികളിൽ ഉണ്ടാക്കുക, അതാണ് എക്സ്പോസിഷൻ എന്ന് പറയുന്നത്. അതാണ് വിശദാവതരണം. അടുത്തത് പുനരവലോകനം, റിവ്യൂ ആണ്. പുനരവലോകനം അല്ലെങ്കിൽ റിവ്യൂ എന്ന് പറയുന്നത്. ഈ പുനരവലോകനം എന്ന് പറഞ്ഞാൽ പാഠഭാഗത്തിൻ്റെ പ്രാഥമിക പഠനത്തിന് ശേഷം അല്ലെ, ആദ്യം പാഠഭാഗം നമ്മൾ പഠിപ്പിച്ചതിന് ശേഷം അതിനെ വീണ്ടും നമ്മളൊന്ന് പരിശോധിക്കുന്ന ആ ഉത്തരത്തിലൊരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പുനരവലോകനം എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം പഠിപ്പിച്ചതിന് ശേഷം അത് എത്രമാത്രം കുട്ടികളിലേക്ക് എത്തി എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവണം, അതാണ് റിവ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ചർച്ചകളാണ് അല്ലേ. അപ്പോൾ അടുത്തത് പാനൽ ചർച്ച. നമുക്കൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ വിഷയം ഉണ്ടെങ്കിൽ ഇപ്പോൾ വ്യക്തികളുടെയോ പഠിതാക്കളുടെയോ ഒരു ചെറിയ സംഘം ഉണ്ടാക്കുക. അപ്പോൾ കേൾവിക്കാരുടെ മുമ്പിൽ വെച്ച് തന്നെ തമ്മിൽ എന്ത് ചെയ്യുക, സർഗാത്മകത പുലർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന രീതി, അതാണ് പാനൽ ചർച്ച എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ എന്താണ്, പരസ്പരം വ്യക്തിയുടെ ഒരു ഗ്രൂപ്പ്, ഒരു സംഘം ഉണ്ടായിട്ട് മറ്റു കേൾവിക്കാരും ഉണ്ടാവും. ആ കേൾവിക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യുന്നു, പരസ്പരം തമ്മിൽ എന്ത് ചെയ്യുക, ചർച്ച ചെയ്യുക. അതിനെയാണെന്ന് പറയുന്നത് പാനൽ ചർച്ച അല്ലെങ്കിൽ പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് സംഘ ചർച്ച, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമായിട്ട്, ഒരു പ്രകരണവുമായി ബന്ധപ്പെട്ട് സംഘം എന്ത് ചെയ്യുന്നുണ്ട്, വസ്തുതകൾ, ധാരണകൾ, വിവരങ്ങൾ, വീക്ഷണഗതികൾ, ദത്തങ്ങൾ തുടങ്ങിയവയുടെ സ്വതന്ത്രമായിട്ടുള്ളൊരു വിനിമയമാണ്. ഇവിടെ എന്തില്ല, കാഴ്ചക്കാരോ കേൾവിക്കാരോ ഒന്നുമില്ല. പക്ഷേ ഈ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ തന്നെ എന്ത് ചെയ്യുക, എല്ലാ വിവരങ്ങളും ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സംഘ ചർച്ച എന്ന് പറയുന്നത്. ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ വസ്തുതകളും അതിൻ്റെ ധാരണകളും വീക്ഷണങ്ങളും ദത്തങ്ങളും വിവരങ്ങളും എല്ലാം എന്ത് ചെയ്യുക, ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് നാടകാവിഷ്കരണം എന്ന് പറയുന്നത്. നാടകാവിഷ്കരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഡ്രാമറ്റൈസേഷനാണ്. അതായത് ഒരു സന്ദർഭത്തെ അല്ലെ, ഒരു ജീവിത സന്ദർഭങ്ങളെ ചിട്ടയായും സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക, അഭിനയിച്ചു കാണിച്ച് നമുക്കൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബോധന മാധ്യമമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് നാടകാവിഷ്കരണം എന്ന് പറയുന്നത്. അടുത്തത് ഒരു വ്യക്തിയോ ഒരു സംഘമോ മറ്റുള്ളവരുടെ ജീവിത രംഗങ്ങൾ അതേപടി അനുകരിക്കുന്ന പ്രവർത്തനമാണിത് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. റോൾ പ്ലേയിങ് അതായത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘം, ഒരു ഗ്രൂപ്പോ എന്ത് ചെയ്യുക, മറ്റുള്ളവരുടെ ജീവിത രംഗങ്ങൾ അതേപടി അനുകരിക്കുന്ന പ്രവർത്തനം. അതും നമുക്കൊരു ബോധനം റോൾ പ്ലേയിങ് വേണ്ട സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, റോൾ പ്ലേ ഉപയോഗിക്കും. അപ്പം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് ആ രംഗങ്ങൾ, ഇവിടെ ഉണ്ടാകുന്ന രംഗങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് റോൾ പ്ലേയിലൂടെ എന്ത് ചെയ്യാം, അവതരിപ്പിച്ച്, പ്രത്യേകിച്ച് ഈ മലയാളം ക്ലാസ്സുകളിലൊക്കെ ഇപ്പം
നാടകത്തിൻ്റെയൊക്കെ ചെറിയ ചെറിയ പോർഷൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റോൾ പ്ലേയിലൂടെയൊക്കെ സംഭാഷണങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വ്യക്തിയെക്കുറിച്ചുള്ളത് അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ റോൾ പ്ലേ മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. ഇത്രയുമാണ് ബോധന തന്ത്രങ്ങളിൽ വരുന്നത്. അതായത് നമ്മുടെ ക്ലാസ് റൂമിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബോധന തന്ത്രങ്ങൾ. അടുത്തൊരു മെത്തേഡാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. ഈ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ ഒരാളിൽ നമുക്ക് ആ ഒരു ചിന്ത ഉണർത്തണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചിലപ്പോൾ സമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങളാകാം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് അയാൾ ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു വ്യക്തിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അയാളുടെ മൈൻഡിലേക്ക് ആ ഒരു ചിന്ത നമ്മൾ കൊണ്ടുവരിക, അയാളുടെ മൈൻഡിനെ നമ്മൾ ഉദ്ദീപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുടെ പരിഹാരം കാണുന്നതിന് എന്ത് ചെയ്യാം, നമുക്കൊരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ നമുക്ക് എന്ത് ചെയ്യാം, വിളിച്ചിട്ട് അയാളെ നമുക്ക് എന്ത് ചെയ്യാം, അയാളിലേക്ക് അയാളുടെ തലച്ചോറിലേക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ആശയങ്ങൾ ഒരു വിസ്ഫോടനം പോലെ, ഒരു കൊടുങ്കാറ്റ് പോലെ നമ്മൾ എന്ത് ചെയ്യും, സൃഷ്ടിക്കും. അപ്പോൾ ഇതിനെന്ത് ചെയ്യും, ആ ഒരു പ്രശ്നം പരിഹാരം കാണാനായിട്ട് നമുക്ക് ഇതിലൂടെ കഴിയുന്നതാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുടെ പരിഹാരം കാണുന്നതിനായിട്ട് യോഗം വിളിച്ചു കൂട്ടുകയും പ്രശ്നത്തെ വിവിധ കോണുകളിൽ നിന്ന് വിശകലനം ചെയ്ത് ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ തലച്ചോറുകളെ ഉദ്ദീപിപ്പിച്ചിട്ട് ആശയങ്ങളുടെ ഒരു കൊടുങ്കാറ്റ് പോലെയുള്ള ഒരു വിസ്ഫോടനം സൃഷ്ടിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം കാണുകയും ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ എന്ത് പറയുക, ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഗ്രൂപ്പുകളാണ് ഈ ബ്രെയിൻ സ്റ്റോമിങ്ങിന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ ഈ ബ്രെയിൻ സ്റ്റോമിങ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അലക്സ് ഫെയ്ഗ്നി ഓസ്ബോൺ ആണ്. ബ്രെയിൻ സ്റ്റോമിങ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അലക്സ് ഫെയ്ഗ്നി ഓസ്ബോൺ ആണ്. അപ്പോൾ ആ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗ്രൂപ്പിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിലെന്താണ്, ആ ഗ്രൂപ്പിലേക്ക് നമ്മളൊരു കാര്യത്തെ എന്ത് ചെയ്യും, അവരുടെ മനസ്സിലേക്ക് കടത്തി വിട്ട് ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് ചെയ്യുന്നത്. ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അലക്സ് ഫെയ്ഗ്നി ഓസ്ബോൺ ആണ്. അടുത്തതാണ് ബസ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്, ബസ് സെക്ഷൻ. ഈ ബസ് സെക്ഷൻ അല്ലെങ്കിൽ ബസ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകം നമ്മൾ തയ്യാറാക്കിയതല്ല, പക്ഷേ എന്താണ്, പ്രത്യേക ആസൂത്രണമൊന്നും കൂടാതെ തന്നെ പെട്ടെന്ന് നമ്മൾ തിരക്കിട്ട് നമുക്കൊരു സംഘചർച്ച സംഘടിപ്പിക്കണം, അങ്ങനെ വിളിക്കുന്ന ഒരു അടിയന്തര യോഗത്തിന് നമ്മൾ പറയുന്നതാണ് ബസ് സെക്ഷൻ എന്ന് പറയും. പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടിയുടെ അല്ലേ അടിയന്തര യോഗം വിളിച്ചു കൂട്ടുക, അതാണ് ബസ് സെക്ഷൻ എന്ന് പറയും. പ്രത്യേകിച്ച് മുൻ തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ വിദ്യാർത്ഥികളിൽ ഇപ്പോൾ ആശയാവിഷ്കാര പാഠവും പ്രശ്നപരിഹാര നൈപുണി, ക്രിയാത്മക ചിന്തനം എന്നിവ വളർത്താൻ സഹായിക്കുന്നതാണ് ഈ ബസ് സെക്ഷൻ എന്ന് പറയുന്നത്. ബസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വിദ്യാർത്ഥികളിൽ ആശയാവിഷ്കാര പാഠവും പ്രശ്നപരിഹാര നൈപുണി, ക്രിയാത്മക ചിന്തനം എന്നിവ വളർത്താൻ സഹായിക്കുന്ന ഒരു മാർഗമാണ് ബസ് സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മളെ അതിൽ അധ്യാപകൻ എന്ത് ചെയ്യുകയാണ്, പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് അധ്യാപകൻ സംഘടിപ്പിക്കുന്ന ചർച്ചകളിൽ എന്ത് ചെയ്യും, ഈ ചർച്ചകളിൽ ആനുകാലിക പ്രശ്നങ്ങളും മറ്റും ഉൾപ്പെടുത്തി സന്ദർഭങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി നമുക്ക് പെടുത്താനായിട്ട് ഈ ഒരു ബസ് സെക്ഷനിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ബസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആനുകാലിക സംഭവങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തി നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് അതും കൂടി ഉൾപ്പെടുത്തി എന്ത് ചെയ്യാൻ പറ്റും, ഒരു വളരെ സന്ദർഭങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ബസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് സിമ്പോസിയം എന്ന് പറയുന്നത്? ഈ സിമ്പോസിയം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് ഓരോരോ വ്യക്തികൾക്കായിട്ട് ഓരോ സബ്ജക്റ്റ് ഓരോ വിഷയം കൊടുത്തു. അപ്പോൾ രണ്ടോ അതിലധികമോ വ്യക്തികൾ അവരവരുടെ പ്രബന്ധങ്ങൾ ഓരോരുത്തരായിട്ട് അവർ തയ്യാറാക്കിയതിന് ശേഷം അതിലപ്പോൾ ഒരു ടോപ്പിക് ആകാം, അതിനെക്കുറിച്ച് പലരും എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ഓരോ കുട്ടിയും തയ്യാറാക്കുന്നു. അപ്പോൾ തയ്യാറാക്കി ഓരോരുത്തരും അവരവരുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ആ വിഷയത്തെ അവതരിപ്പിക്കും, അവരവർ വന്ന് അവതരിപ്പിക്കുക. അതിനെയാണ് നമ്മൾ സിമ്പോസിയം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടോ അതിലധികമോ വ്യക്തികൾ പ്രബന്ധം തയ്യാറാക്കി ഓരോരുത്തരും അവരവരുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് വിഷയം അവതരിപ്പിക്കുന്നതാണ് സിമ്പോസിയം എന്ന് പറയുന്നത്. ഇത് പ്രബന്ധ അവതരണത്തിന് ശേഷം നമ്മൾ കാണികൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കാനും ചർച്ചയ്ക്കുമുള്ള അവസരവും ഈ ഒരു സിമ്പോസിയം എന്ന മെത്തേഡിൽ ഉണ്ടാകും. അടുത്തതാണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ഈ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമ്പോസിയത്തിന് സമാനമായിട്ടാണ്. അതായത് വർക്ക്ഷോപ്പ് ഒരു നൂതന രീതിയാണ്, പക്ഷേ എന്താണ്, ഇത് നമ്മുടെ സിമ്പോസിയം പോലെ തന്നെയാണ്. എന്നാൽ എന്താണ്, ഒരു പ്രബന്ധം അല്ലെ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് പ്രബന്ധം അവതരിപ്പിക്കുകയോ അതിനെക്കുറിച്ച് പ്രസംഗം നടത്തുകയോ അത് വായിക്കുകയോ ചെയ്യുന്നതാണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഈ വർക്ക്ഷോപ്പിലൂടെ നേതൃത്വ പാഠവും സഹകരണ മനോഭാവവും വളർത്താനായിട്ട് വർക്ക്ഷോപ്പിലൂടെ സാധിക്കുന്നു. ഏകദേശം സിമ്പോസിയത്തിൻ്റെ തന്നെ ഒരു മെത്തേഡാണ്.
വർക്ക്ഷോപ്പിൻ്റെ പ്രധാന ബോധന ഉപായങ്ങളെന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കൽ, ഉത്തരം നൽകൽ, ചിത്രീകരിക്കൽ, ഗൃഹപാഠങ്ങൾ. വർക്ക്ഷോപ്പിൻ്റെ പ്രധാന ബോധന ഉപായങ്ങളാണ് ചോദ്യം ചോദിക്കുക, അതിൽ ഉത്തരം നൽകുക, പിന്നെ ചിത്രീകരിക്കുക, ഗൃഹപാഠങ്ങൾ, കുറിപ്പ് തയ്യാറാക്കുക, പിന്നെ നിർദ്ദിഷ്ട അഭ്യാസങ്ങൾ, സൂപ്പർവൈസ്ഡ് സ്റ്റഡി. ഇത്രയുമാണ് ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ബോധന ഉപായങ്ങൾ. ചോദ്യം ചോദിക്കുന്നു, അതിന് ഉത്തരം നൽകുക, പിന്നെ ചിത്രീകരിക്കുക, ഗൃഹപാഠങ്ങൾ, കുറിപ്പ് തയ്യാറാക്കുക, നിർദ്ദിഷ്ട അഭ്യാസങ്ങൾ ചെയ്യുക, അല്ലെ പറഞ്ഞിരിക്കുന്ന അഭ്യാസങ്ങൾ ചെയ്യുക, സൂപ്പർവൈസ്ഡ് സ്റ്റഡി. ഇത്രയുമാണ് ഈ വർക്ക്ഷോപ്പ് എന്നതിൻ്റെ ബോധന ഉപായങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് LPUP എക്സാമിന് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താങ്ക്